ഹലോ വെൽക്കം ടു ഹെസാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ കുനാഫയുടെ ഒരു റെസിപ്പി വീഡിയോ ആണ്. എല്ലാവരും തന്നെ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഇന്നത്തേത് പറഞ്ഞാൽ നമ്മൾ കുനാഫയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുനാഫ ദവ്വൊക്കെയാണ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സേമിയം കൊണ്ടാണ് കുനാഫ ഉണ്ടാക്കുന്നത്. പല സൈസിലുള്ള സേമിയം അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ കുറച്ച് കട്ടി കുറവുള്ള സേമിയം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ആദ്യം തന്നെ സേമിയ കൈകൊണ്ട് തന്നെ അമർത്തിയാൽ ചെറിയ ചെറിയ പീസായിട്ട് വരും. അതിലോട്ട് ബട്ടർ ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് അധികം ബട്ടർ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം എല്ലാ സേമിയയും ഇതിൽ നന്നായിട്ട് തന്നെ വെറ്റായിട്ട് കിട്ടണം. വേറെ ഒരു ബട്ടറും നമ്മൾ ഇതിലോട്ട് യൂസ് ചെയ്യുന്നില്ല. കാരണം ഈ ബട്ടറിൽ കിടന്നിട്ട് വേണം ഇത് മുരിഞ്ഞ് വരാനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഇത്രയധികം ബട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് സേമിയം കൊണ്ട് കുനാഫ ഉണ്ടാക്കുന്നത്. അതെന്തായാലും അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തത് കുനാഫയുടെ ഫില്ലിങ്ങിന് വേണ്ടി റെഡിയാക്കുന്ന മിക്സാണ്. അതിനുവേണ്ടി ഒരു കപ്പ് പാലാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. പിന്നെ അതിലോട്ട് 2-3 ടീസ്പൂൺ പാൽപ്പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പാൽപ്പൊടിയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. ഇനി പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതും പാലിലോട്ട് ചേർത്തതിന് ശേഷം നമുക്ക് ഇനി അടുത്തത് മിക്സ് വേണ്ടത് കോൺഫ്ലവർ വെള്ളത്തിൽ ചേർത്തിട്ട് അതും കൂടി ഇതിലോട്ട് ചേർക്കേണ്ടതുണ്ട്. കോൺഫ്ലവർ പാൽ കൊണ്ടാണ് മിക്സ് ഉണ്ടാക്കുന്നത്. അത് നന്നായി കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തതിന് ശേഷം അതും പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും ചേർത്തതിന് ശേഷം സ്റ്റവ് ഓൺ ആക്കിയെടുക്കാം. ചെറിയ തീയിൽ വേണം ഇത് വെക്കാനായിട്ട്. അതും കൈ വിടാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. പിന്നെ അതിലോട്ട് ആഡ് ചെയ്യുന്നത് 2 ടീസ്പൂണ് റോസ് വാട്ടറാണ്. അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ കൂടെ തന്നെ കണ്ടൻസ് മിൽക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ റോസ് വാട്ടർ എന്തായാലും തന്നെ ആഡ് ചെയ്യണം. അപ്പോഴാണ് ഒരു പ്രത്യേക ഫ്ലേവറും സ്മെല്ലും കൂടി അത് കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ഇളക്കേണ്ടത്. അവസാനമായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് മൊസറല്ല ചീസാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് ഈ കുനാഫ. എല്ലാവരും തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റാണ്. ഈ മിക്സ് അത്യാവശ്യം നല്ല കട്ടിയായിരിക്കണം. നല്ല കട്ടിയായതിന് ശേഷം മാത്രമാണ് ഗ്യാസ് ഓഫാക്കുന്നത്. അല്ലെങ്കിൽ വെള്ളം പോലത്തെ പരുവത്തിൽ നമ്മൾ ഓഫാക്കി കഴിഞ്ഞാൽ ലെയർ ചെയ്യുന്ന ടൈമിൽ ഇത് അടിയിലോട്ട് പോയിട്ട് ചട്ടിയിൽ ഒട്ടി പിടിക്കുകയാണ് ചെയ്യുക. അത്യാവശ്യത്തിന് തന്നെ തിക്കായിരിക്കണം. ഒരു ക്രീം പരുവത്തിൽ വേണം ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അവസാനമായിട്ട് മൊസറല്ല ചീസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസ് പെട്ടെന്ന് തന്നെ മെൽട്ടായി കിട്ടും. പരുവത്തിലാവുമ്പോഴാണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് നമ്മളുടെ ലെയറിങ് പ്രോസസ്സാണ്. മിക്സ് ചൂടോടുക്കനെ തന്നെയാണ് ലെയർ ചെയ്യാൻ എടുക്കേണ്ടത്. ഇവിടെ ലെയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ഒരു ഫ്രൈ പാനാണ്. ആദ്യം തന്നെ നല്ല ബട്ടറൊക്കെ ചേർത്തിട്ടാണ് ഫ്രൈ പാൻ റെഡി ആക്കിയിട്ടുള്ളത്. പിന്നെ അതിലോട്ട് ആദ്യം തന്നെ സേമിയത്തിൻ്റെ ലെയറാണ് ഇട്ട് കൊടുക്കുന്നത്. അധികം ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് വേണം സേമിയ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിലോട്ടാണ് ഈ പാലിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ എഡ്ജസിലോട്ടൊന്നും ആവാത്ത രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഫുൾ മിക്സും തന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സ്പാച്ചില ഉപയോഗിച്ച് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എഡ്ജസിലോട്ട് ആവാത്ത രീതിയിൽ വേണം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ മുകളിലോട്ടാണ് അടുത്ത സേമിയ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് സേമിയ ഇടുമ്പോൾ കൈകൊണ്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ട്രിപ്പിലിടുന്ന സേമിയ നമ്മൾ പാത്രത്തിൻ്റെ എഡ്ജസിലോട്ടൊക്കെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇതിലിടുന്ന സേമിയ എല്ലായിടത്തും തന്നെ ആവണം. എല്ലാന്നുണ്ടെങ്കിൽ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുകയാണ് ചെയ്യുക. സേമിയ എല്ലായിടത്തും ഇട്ട് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ മൂടി വെക്കുകയാണ് ചെയ്യുക. മൂടി വെച്ചതിന് ശേഷം അടുപ്പത്ത് ഏതെങ്കിലും പാത്ര ചട്ടി എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഫ്രൈ പാൻ വെക്കുന്നത്. ഇതേപോലെ തന്നെ ഓവനിലും നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്.
ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു സൈഡ് നന്നായി ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ടാവും. അതിനുശേഷം അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ മുരിയിച്ചെടുക്കണം. മൂടി വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 2 സൈഡും ബ്രൗൺ കളറായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചൂടോടുക്കെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഷുഗർ സിറപ്പ് നല്ല കട്ടിയോടുക്കനെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. വെള്ളം കുറവിലോട്ട് അധികം ഷുഗർ ഇട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കേണ്ടത്. ഷുഗർ സിറപ്പ് നല്ല ചൂടോടുക്കൻ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. മൂടി വെച്ചാൽ കുറച്ചും കൂടി സോഫ്റ്റ് ആവും ഈ കുനാഫ. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള കുനാഫ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ബൈ.